ഹലോ ഡിയേഴ്സ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു മൈസൂർ ട്രിപ്പ് പോവുകയാണ് കേട്ടോ. ട്രിപ്പ് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ആഡിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് മേക്കപ്പിനായിട്ട് പോവുകയാണ്. പോയി വരുമ്പോഴേക്കും എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെയായി കേട്ടോ. അപ്പോൾ പോകുമ്പോൾ എല്ലാം ഹറിബറി ആയിരുന്നു, കാരണം 3 മണിക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ എറണാകുളത്ത് നിന്ന് കോസ്റ്റ്യൂമിൻ്റെ സംഭവം എന്തോ ലേറ്റ് ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ 6:30 കഴിഞ്ഞു. പിന്നെ ഓരോരുത്തരനെ പിക്ക് ചെയ്ത് പിന്നെ തൃശ്ശൂർ ഒരു ട്രാവലറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നൊരു വണ്ടി എടുത്തിട്ടാണ് പോയത്. പിന്നെ നമ്മൾ എത്തുമ്പോഴേക്കും അവർ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ പിന്നെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ഡിന്നർ കഴിക്കാനായിട്ട് കയറി. പിന്നെ ചിലവുകളും കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് കേട്ടോ നോക്കണത്. ആഡിൻ്റെ ആൾക്കാർ തന്നെയാണ് നോക്കുന്നത്. നമ്മൾക്ക് ഇതിൽ ചിലവുകളൊന്നുമില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നല്ല ക്ഷീണമായി. അങ്ങനെ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ച് മോർണിംഗ് 6:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങളവിടെ എത്തിയത്. 6 മണിക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു, പക്ഷെ 6:30ക്കാണ് ഞങ്ങളവിടെ എത്തിയത്. പിന്നെ അവിടെ നിന്ന് ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ ഒരു പാലസിലായിരുന്നു ഷൂട്ട്. അപ്പോൾ അങ്ങോട്ട് നേരെ കൊണ്ടുപോയി. ഇതാണ് ഷൂട്ട് നടക്കുന്ന ഒരു സെറ്റ് കേട്ടോ. ഇതുപോലെ 3 സെറ്റ് അവരിട്ടിട്ടുണ്ട്. അവിടെ പോയി ഒരു കോഫിയും കുടിച്ച് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അവിടെ പോയി നോക്കുമ്പോൾ എല്ലാവരും ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്കാരാണ്. അയ്യോ, അവരുടെ അടുത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യാനും നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ കുറച്ച് കഷ്ടപ്പെട്ടു. ഇതൊരു കുട്ടി മാത്രമാണ് മലയാളി ആയിട്ടുണ്ടായിരുന്നത്. ലാംഗ്വേജസൊക്കെ പഠിക്കാത്തതിൻ്റെ പ്രോബ്ലം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ കണ്ടപ്പോൾ രാജാവിൻ്റെ എന്തോ രഥമോ അങ്ങനെ എന്തോ ഒരു കൂടിനുള്ളിലാക്കി വെച്ചിരിക്കണമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കുമ്പോഴല്ലേ മനസ്സിലായത് ഇത് ലിഫ്റ്റായിരുന്നു എന്ന്. ഹെവി ലിഫ്റ്റ് കേട്ടോ അത്, ഉള്ളിൽ സീറ്റും ഒക്കെ ആയിട്ട്. ഞാൻ യൂട്യൂബിലിടാം. എന്താ അതാണ് അറിയാത്തത്, എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. അവിടെ ഉള്ളത് അല്ലേ. ഇത് ഇയാളുടെ അല്ലേ? ജയചാമരാജേന്ദ്ര വാഡിയ. ബാത്റൂമിലാണ് ബാത്ത് ടബൊക്കെ എടുക്കട്ടെ.
ബാത്റൂമിൻ്റെ ഉള്ളിലത്തെ മേക്കപ്പ്. ഇവിടെ ഇരുന്നിട്ടാണ് മേക്കപ്പൊക്കെ ചെയ്തത്. ബാത്റൂമിൻ്റെ ടൈൽസ് കണ്ട, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ എത്ര ടൈൽസ് ഇട്ടിട്ടുണ്ടാ അത് നോക്ക്. ഇത് മാർബിളായിരിക്കും അല്ലേ? അതുപോലെ ഉണ്ട്. മാർബിളാണത്, മാർബിളാണ്. ഇതാണ് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡ്. ബാക്ക് സൈഡല്ല, സൈഡ് വ്യൂ. പിന്നെ ഇവിടെ RRൻ്റെയോ അല്ല KGF എന്തോ ഷൂട്ടൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേസ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവർ ഷൂട്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പാലസിൽ കിടന്നുറങ്ങണം. അത് നോക്ക്, പേഴ്സണലായിട്ട് ഇതൊക്കെ അടച്ചിട്ടിട്ട് എന്താ ഒരു കോലാണ് ഗൈസ്. പാലസിൽ കിടന്നുറങ്ങാണ് ഗൈസ്. ഞങ്ങൾ മൈസൂരിലെ ലളിത മഹൽ പാലസിൽ യോഗം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവരൊക്കെ നല്ല ഉറക്കം ഉറങ്ങി. ഇവരൊക്കെ കൊട്ടാരത്തിലൊക്കെ കിടന്ന് നല്ല ശീലം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഈ കൊട്ടാരത്തിലൊന്നും പോയി കിടന്നുറങ്ങാത്തതുകൊണ്ടേ നമുക്കൊന്നും ഉറക്കം വരുന്നില്ല. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു 10 മിനിറ്റ് എന്തോ ഞാൻ കിടന്നുറങ്ങിയത്. എന്താ അവിടുത്തെ ഓരോ ലൈറ്റ്സും കാര്യങ്ങളും ഇതൊക്കെ അവരുടെ ബാഗുകളാണ് കേട്ടോ. അതായത് ആർട്ടിസ്റ്റുകളുടെ. നല്ല ഉറക്കറിഞ്ഞു. ഇതാണ് പാലസിൻ്റെ ഫ്രണ്ട് വ്യൂ. ഇത് ഷൂട്ട് നടക്കുന്ന 2ാമത്തെ സെറ്റാണ് കേട്ടോ. അത് കൊട്ടാരത്തിൻ്റെ ഉള്ളിലായിരുന്നു. ഇനി ഒരു സെറ്റും കൂടെ ഉണ്ട്, അത് കൊട്ടാരത്തിൻ്റെ മുകളിലാണ് കേട്ടോ. അത് റിസപ്ഷൻ സെറ്റായിരുന്നു. നടന്നില്ലേ ഭരണത്തിൻ്റെ അല്ലേ? അയാൾ കയറ്റി വിട്ടതല്ലേ.
யாரது யாரது കഥക് തറ ആ കഥക് പോലെ ഉണ്ട്. கதக்கு தர எவ்வளவு தைரியம் இருந்தா நீ என் முன்னாடி வந்து நிப்ப அயோக்கிய நாயே. உன்னை கொன்னு ரத்தத்தை குடிச்சு கங்கை നമ്മള് ഏറ്റവും ഊപ്പർ ജായക വെറുതെ കയറി. ഇനിയിപ്പോ ഇവിടെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഈ ബാത്റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാം. നമുക്ക് ബാത്റൂമിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാം. ഇത് പക്ഷെ ചെറിയ കട്ടിലായി. അവിടെ കിടന്നുറങ്ങിക്കോ. ചേച്ചി ഓരോ വാതിലും തുറക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ചിട്ട് തുറക്കണം കേട്ടാ. ആ അതെ. എവിടെ ഇതിവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്തിരിക്കണ ഒരു ഇത് കണ്ടാ, അതിന്റെ പാടാണ്. ഏത് ആ ഇതിൽ കൂടെ പോകുമ്പോഴായിരിക്കും ആ മറ്റേ നാഗവല്ലിൻ്റെ കുളം എത്തണത് അല്ലേ. മറ്റവൻ ചിലക്കിയും കൊണ്ട് പോണത്. വെറുതെ നമുക്കങ്ങനെ ഊഹിക്കാലോ. ഇത്ര ഉള്ളു ഈ സാധനം. നിന്ന് ട്രാവലറിൽ പോകുമ്പോ പനി വരും. ചേച്ചി ഈ വാതിലിന്റെ കൂടെ ഇത് എനിക്ക് പറ്റിയ വാതിലല്ല. ഇത് എനിക്ക് പറ്റിയ അല്ല, ഇത് എന്തിനുള്ളത് റൂമായിരിക്കും ഈ സംഭവം. ഒന്ന് നോക്ക്, ഇത് തുറന്നു നോക്കിയാലോ, ഓരോ ആൾക്കാർക്കും നടത്തി നോക്കിയാലോ. ലിഫ്റ്റ്
എല്ലാം മറ്റേ എന്തെങ്കിലുമൊക്കെ പണികൾ എടുക്കാൻ വേണ്ടിയിട്ട് സ്മെല്ലടിക്കുന്നു. ബാത്റൂമിൻ്റെ ഒക്കെ ബാക്ക് സൈഡാണ്. അതെ, ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുണ്ടാവും വ്യൂ. ഞങ്ങൾ താഴെ നിൽക്കട്ടെ, മുകളിൽ പോയി ഫോട്ടോ എടുക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കൊട്ടാരം മുഴുവനും ഒന്ന് കറങ്ങി കണ്ടു. നല്ല പൈസ ആയിട്ടുണ്ടോ? ഇതെന്താ പണ്ട് കാലത്തുള്ള പിക്ചറാണ് കേട്ടത്. പാലസ് ബാൻഡ് ഇതിൽ കൂടി ഇല്ല. നമുക്ക് തേങ്ങൻ്റെ പിക്ചർ. Visitors not allowed. മുല്ലച്ചെടിയൊക്കെ ഉണ്ട്. പണ്ട് രാജ്ഞി ഈ മുല്ലച്ചെടി നിന്നാണ് വലിച്ച് പൂക്കെട്ടി തലയിൽ വെച്ചത്. അത് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഇട്ടാ മരിക്കില്ലേ? അതിന്റെ ഒരു ഷേപ്പാണ്, പക്ഷെ അത് വന്നിട്ട് നല്ല വലിയ കനമാണ്, മണ്ണിന്റെ കനം. ഇതേപോലെ ആയിരിക്കില്ലേ ഏകദേശം? അതെന്താണ് സമാധി ആയിരിക്കോ? ആനകൾക്ക് ഇമ്പോർട്ടൻ്റ്. ആനകൾക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. മതി. ഇനിയിപ്പോ നാളെ കാണാൻ ആർക്കെങ്കിലും വേണ്ട. നല്ല കളറല്ലേ? എല്ലാരും അയക്കട്ടെ. എല്ലാം ഒറിജിനൽ നമ്മള് ഭക്ഷണം കഴിച്ചില്ലേ ആ സ്ഥലം? മനസ്സിലായി. ಸುಮ್ಮನೆ ಇದು ಶೂಟಿಂಗ್ನದು ಇದು KGF 1 2 ಆಯ್ತಲ್ಲ, ಓಕೆ ಮಿಸ್ ಮಾಡ್ಕೊಂಡು ನಾವು ಇಲ್ಲಿ ಸೆಕ್ಯೂರಿಟಿಗೆ ಯೂಸ್ ಓಕೆ. ಗೊತ್ತಿಲ್ಲ.
എടുക്കട്ടെ ഒഴിവാക്കട്ടെ ഏതാ ओल्ड वाला है और कुछ नहीं निकलेगा पता है वो ഭയങ്കര नहीं मैं इंटरनेशनल मास्टर है हाई जंप ट्रिपल जंप 800 मीटर्स 80 मीटर्स हर्डल्स 80 मीटर बंद रखना है ओपन रखना है കട്ടൻ വേണം പറഞ്ഞപ്പോ കട്ടൻ വെച്ചു കൊടുത്തിരിക്കുക അവര്. സെലിബ്രിറ്റി ആയില്ലേ, പണ്ടത്തെ പോലെയൊന്നും അല്ലാതെ. കാലം പോയപ്പോ ഓക്കെ ആര് കാണും. അങ്ങനെ യൂട്യൂബിൽ കട്ട് ചെയ്യാണ്ടൊരു ഇതാക്കി കൂടെ ഈ ഒരു വോയിസ് തൊട്ട് കൂടി ഇടും. അതിടും, അതിടും, അത് ഉറപ്പാണ്. ഇപ്പൊ പറഞ്ഞതിടും. അല്ലേ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോളൂ ചേച്ചിന്റെ. ചേച്ചിയുടെ വന്നിട്ട് കൊട്ടാരത്തിനകത്ത് പനിയും വന്ന് കിടക്കാണ്. എല്ലാം കഴിയുമ്പോഴേക്കും രാത്രി 11:30 ആയിട്ടോ. പിന്നെ ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് കിറ്റൊക്കെ റെഡിയാക്കി വന്ന് ഫുഡ് കഴിച്ച് അങ്ങനെ മുകളിലേക്ക് പോയി. മുകളിൽ കുറച്ചുകൂടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ ലിഫ്റ്റിൻ്റെ മുകൾ ഭാഗം കണ്ടത്. ശരി, ലിഫ്റ്റിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ അത് പുഷ് ചെയ്തിട്ട് അത് വരുന്നില്ല. ഇതാണത്ര ഏഷ്യയിലത്തെ ആദ്യത്തെ ലിഫ്റ്റ്, അതും ഉള്ളിൽ സീറ്റുള്ള ലിഫ്റ്റ് കേട്ടോ. അത് നമ്മുടെ അവിടുത്തെ വാച്ച്മാൻ ആ ചേട്ടൻ പറഞ്ഞു തന്നതാണ്. പിന്നെ ഇതാ ഈ ഒരു ഗൈസ്, നിങ്ങളിത് കാണുക. 100 വർഷം പഴക്കമുള്ള ഒരു ഡിസൈനാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിത് കാണുക. ഇതിൻ്റെ ഷേപ്പ് കണ്ടു കഴിഞ്ഞാൽ നക്ഷത്ര കൂടാരങ്ങൾ ഒഴുകിയൊഴുകി പോലെ ഇത് നമുക്ക് പ്രത്യേകതരം ഒരു ഫീലാണ് നൽകുന്നത്. ഇതിനിടയ്ക്ക് നമുക്ക് മേക്കപ്പിന് കൂടെ വന്നൊരു പയ്യനുണ്ടായിരുന്നു കേട്ടോ, അക്ഷയ് പറഞ്ഞിട്ട്. അവൻ നല്ല കൂട്ടായി നമ്മുടെ അടുത്ത്. അവൻ്റെ ഡയലോഗാണ് ഈ കേട്ടത്. അപ്പോൾ മേക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ പോലെ 11:20 ആകുമ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ അവിടെ നിന്ന്. പിന്നെ 2 ട്രാവലറിലായിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് പാലസിൻ്റെ നൈറ്റ് വ്യൂ. ഇപ്പോൾ അറിയണ പോലെ ഉണ്ടല്ലോ. കരടാ കറി. ബൈ, സീ യു. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ കുറച്ച് നേരം വണ്ടി നിർത്തി ഒന്ന് ഡ്രൈവറും എല്ലാവരും ഒന്ന് ഉറങ്ങിയിട്ടൊക്കെയാണ് ചുരം ഇറങ്ങിയത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ തീരെ ഉറക്കമില്ലാതെ എല്ലാവരും നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പതുക്കെ അങ്ങനെ ചുരമൊക്കെ ഇറങ്ങി. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ മാന് കണ്ടു, പിന്നെന്താ, പിന്നെ ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. പോകുമ്പോഴും വരുമ്പോഴും ആനനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോൺ എടുക്കുമ്പോഴേക്കും അതങ്ങൾ ക്രോസ് ചെയ്ത് പോവുമായിരുന്നു. പിന്നെ ആനയൊക്കെ ശരിക്കും കൊമ്പും കുലുക്കിയിട്ട് ഈ മരത്തിൽ ഇങ്ങനെ മരത്തിനെ പിടിച്ചിങ്ങനെ ആട്ടണതൊക്കെ ശരിക്കും കണ്ടു കേട്ടോ. അടിപൊളി സീനായിരുന്നു. പക്ഷെ അതെനിക്ക് കിട്ടിയില്ല.
വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ വരുന്ന വഴിയിൽ പെരിന്തൽമണ്ണ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു ടാക്സി പിടിച്ചിട്ട് പാലക്കാട് വരിക ചെയ്തത് കേട്ടോ. ഞങ്ങൾ 5 പേര് മാത്രം. നമ്മൾ പിന്നെ എങ്ങനെയാണെങ്കിലും ഭംഗിയാണ് ചേച്ചി. കളിക്ക് ആക്ക്. ഓറഞ്ചിനെ മംഗ്ലീഷായിട്ട് ഇങ്ങനെയും എഴുതാം. അതും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഇട്ടിക്കാം. നല്ല ചന്തമുണ്ട്. ചേച്ചി ഒറ്റയ്ക്കല്ലേ ഇനി? ചേച്ചിനെ പിടിച്ചിട്ട് പോയിക്കോട്ടാ. ചേച്ചി ഒറ്റയ്ക്കാണ് ഇനി. അവർക്ക് ഇനിയും പോണം. ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ഷൂട്ട് ചെയ്ത ഭാഗം. ഇത് നൈറ്റ് വ്യൂ പാലസിൻ്റെ. ഇതാണ് നമ്മുടെ മേക്കപ്പ് ടീം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.